കോഴിക്കോട് തിരുവമ്പാടിയിലെ ഭരണപ്രതിസന്ധിയിൽ നിർണായകമാവുക UDF വിമത സ്ഥാനാർത്ഥിയുടെ നിലപാട്. യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് ജിതിൻ പല്ലാട്ടാണ് വിജയിച്ചത്. തിരുവമ്പാടിയിൽ 19 സീറ്റുള്ള തിരുവമ്പാടിയിൽ 9 വീതം സീറ്റാണ് LDF-നും UDF-നും ഇപ്പോഴുള്ളത്. നിലവിൽ ആരെയും പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ജിതിൻ പല്ലാട് പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്ത് ഭരണം ആർക്കെന്ന് സ്വതന്ത്രനായി വിജയിച്ച ജിതിൻ പല്ലാട്ട് തീരുമാനിക്കും. UDF 9 സീറ്റിലും LDF 9 സീറ്റിലുമാണ് തിരുവമ്പാടിയിൽ വിജയിച്ചത്. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ജിതിനെ പുന്നക്കൽ വാർഡിൽ മത്സരിക്കാൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ DCC മറ്റൊരാളെ നിർദ്ദേശിച്ചു. ഇതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. നിലവിൽ ആർക്ക് പിന്തുണ നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ജിതിൻ പുന്നക്കൽ. ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം, പുന്നക്കലെ പ്രാദേശിക ഘടകം എടുത്ത നിലപാട്, ആ നിലപാട് അത് ശരിയാണ് എന്ന് ജനം വിലയിരുത്തി. ജനമാണ് ഏറ്റവും വലുത്. അവരെടുത്ത വിധിയാണ് എൻ്റെ വിജയം. പുന്നക്കൽ വാർഡിൽ നിന്ന് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 535 വോട്ടിനാണ് ജിതിൻ വിജയിച്ചത്. നിലവിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജിതിനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.